ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മുടെ എക്സൽ ഷീറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ഒരു ടാക്സ് ബില്ലാണ്. ഓക്കെ, ഈ ടാക്സ് ബില്ല് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് മെർജ് ചെയ്തു. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഇതിവിടെ നമ്മൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് നമ്മൾ മെർജ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഡേറ്റ് ഇവിടെ കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ മെർജ് ചെയ്യും, സെലക്ട് ചെയ്തിട്ട് മെർജ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈൻസ് കൊടുക്കുക. അതായത് ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം കിട്ടും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇതെന്താ അതും ഇതേപോലെ തന്നെ മെർജ് ചെയ്യുക. ഈ സെല്ലുകൾ മെർജ് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ഈ മൈനസ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സീരിയൽ നമ്പർ തന്നിട്ടുണ്ട്, ഐറ്റംസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനേ ഉള്ളൂ. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ 14,999 14,000 കഴിഞ്ഞ് നമുക്കൊരു കോമ വരണം. അതേപോലെ 99 കഴിഞ്ഞിട്ട് ഒരു പോയിൻറ്റിന് ശേഷം നമ്മൾ 00 കൊടുക്കണം. അതിന് ശേഷം നമ്മൾ റുപ്പീസ് ചിഹ്നം കൂടെ കൊടുക്കണം. അത് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. അതായത് നമ്മളിങ്ങനെ ഇപ്പം ഒരു സംഖ്യകൾ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആ ഒരു ചിഹ്നം നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫോർമാറ്റ് ഓപ്ഷൻ എടുക്കുക. ഈ ഫോർമാറ്റ് സെല്ലിൽ പോയിട്ട് നമ്മൾ ഇവിടെ കാണാം നമ്പേഴ്സ്. ഈ നമ്പേഴ്സിനകത്ത് നമ്മൾ പോയിൻറ്റിന് ശേഷം ഡെസിമൽ സ്ഥാനം 0 ആണെങ്കിൽ 2 എന്ന് കൊടുക്കുക. അപ്പോൾ അതായത് ഈ പോയിൻറ്റിന് ശേഷം വരുന്ന ഈ സംഖ്യ ഈ പോയിൻറ്റിന് ശേഷം 2 സ്ഥാനം ഡെസിമൽ സ്ഥാനം കൊടുക്കണമെങ്കിൽ, അതേപോലെ തന്നെ 14,000 നിന്ന് കഴിഞ്ഞിട്ടൊരു കോമ വേണമെങ്കിൽ യൂസ് 1000 സെപ്പറേറ്റഡ് എന്നുള്ളത് കോമ കൊടുക്കുക. ഓക്കെ, അതേപോലെ നമുക്ക് റുപ്പീസ് ചിഹ്നം വരണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറൻസി ആക്കി വെക്കുക. കറൻസി ഇവിടെ നണ്ണിലായിരിക്കും കിടക്കുക. ഇവിടെ കറൻസി ആക്കിയതിന് ശേഷം അക്കൗണ്ടിങ് എടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ സിമ്പലിൽ വന്നിട്ട് നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം റുപ്പീസ് ചിഹ്നം കാണിക്കും. ആ റുപ്പീസ് ചിഹ്നത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇന്ത്യ എന്ന് കാണിക്കും, നമുക്ക് ഇംഗ്ലീഷ് ഇന്ത്യ. ഓക്കെ, താഴെ വരണം, ഇംഗ്ലീഷ് ഇന്ത്യ. ഇത് കൊടുത്തിട്ട് നമ്മൾ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ ഇവിടെ റുപ്പീസ് ചിഹ്നം വന്നു. അതേപോലെ തന്നെ പോയിൻറ്റിന് ശേഷം ഡെസിമൽ സ്ഥാനം 2 സ്ഥാനം വന്നു. 48,000 കഴിഞ്ഞിട്ടൊരു കോമ വന്നു. ഇങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ടോട്ടൽ എമൗണ്ട് കാണുന്നത് നോക്കാം. ടോട്ടൽ എമൗണ്ട് നമ്മൾ ഈക്വൽ ടു കൊടുക്കുക, സം ഫംഗ്ഷൻ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ സെല്ലുകൾ കംപ്ലീറ്റ് ഇങ്ങോട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ ടോട്ടൽ കിട്ടി. ഇനി ഇതിൻ്റെ ഡിസ്കൗണ്ട് 10% പറയുന്നുണ്ട്. അപ്പോൾ ഈക്വൽ ടു നമ്മൾ ടോട്ടൽ എമൗണ്ടിൻ്റെ ഇൻറ്റു 10% എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. ഇനി ഡിസ്കൗണ്ട് നമ്മൾ ടോട്ടൽ എമൗണ്ട് നിന്ന് മൈനസ് ചെയ്യണം. മൈനസ് ടോട്ടൽ ഡിസ്കൗണ്ട് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 36,700 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് GST ആണ്. GST നമുക്ക് ഈ എമൗണ്ടിൻ്റെ ഈക്വൽ ടു ഈ എമൗണ്ട് ഇൻറ്റു 18% ഇവിടെ GST പറയുന്നത്. 18% എന്ന് കൊടുത്തു. 18% എന്ന് കൊടുത്ത് എൻ്റർ അടിച്ചു. ഇനി ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് ഈ സബ് ടോട്ടലിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ സബ് ടോട്ടലിൻ്റെ കൂടെ നമ്മൾ GST 18% എന്ന് കിട്ടിയ എമൗണ്ടും കൂടെ പ്ലസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാണ്. ഇതുപോലെ ഒരു ബില്ല് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലൊരു ബില്ല് തയ്യാറാക്കി നോക്കുക. നമുക്ക് പുതിയ വർക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.